ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാൻ, യാസീൻ ഓതണമെന്ന് പിടിവാശിണ്ട് പലർക്കും. മരിച്ചാല് ഇനി ഞാൻ പറയുന്ന പോയിന്റ് ചിന്തിക്കണം. ബാപ്പ രോഗിയായി 3 മാസം കിടന്നു. ശരിക്കും മനസ്സിൽ കൊള്ളണ വാക്കാണ് പറയണേ, ശ്രദ്ധിച്ചോളി. 3 മാസം ബാപ്പ ക്യാൻസർ രോഗം ബാധിച്ചു കിടന്നു. അന്നൊരു ഉസ്താദ് യാസീൻ ഓതി അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. ഇല്ല, ബാപ്പാക്ക് ഒരു മകനും നിർബന്ധം ഉണ്ടായിരുന്നില്ല. ബാപ്പ ജീവിച്ചിരിക്കുമ്പോ യാസീൻ ഓതണം. ബാപ്പ മരിച്ചാലോ മറ്റവനെ തച്ച് തള്ളിയിട്ട് കുത്തി കൊന്നിട്ടാണെങ്കിലും ഉസ്താദിനെ കൊണ്ട് യാസീൻ ഞാൻ ഓതിപ്പിക്കും. എന്താ ആലോചിച്ചു നോക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ബാപ്പ ജീവിച്ച കാലത്ത് സൂറത്ത് ബക്കർ എന്ന് ബാപ്പാൻ ഓതിക്കളിപ്പിച്ച് അർത്ഥം പറയട്ടെ. അയ്യേ, ആന കുത്തിയവൻ അനങ്ങിയിട്ടില്ല. സത്യല്ലേ? സത്യം. പൊന്നു മുസ്ലിം, ഞാൻ മുജാഹിദാണ്, പേരും മുജാഹിദാണ്, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ പറഞ്ഞ സത്യല്ലേ? പറഞ്ഞ സത്യല്ലേ? ഉമ്മ രോഗിയായി കിടന്നപ്പോ യാസീൻ ഓതി കൊടുക്കണം ഒരു തോന്നല് തോന്നിയില്ല. ഉമ്മ മൗത്തായി മൂക്കുമലോ കൈ വെച്ചു നോക്കി, ഇനി ഉമ്മ നന്നാവൂലെന്ന് ഉറപ്പായി. ഇന്ന് ഓതടാ യാസീൻ. ഉണ്ടോ? ആലോചിച്ചു നോക്ക്. ഉമ്മ ഇനി ജീവനില്ല, ഉമ്മ കേൾക്കൂലെന്ന് ഉറപ്പായി. ഇനി ഈ തള്ള നന്നാവൂല. അപ്പൊ ഓത് ഉസ്താദെ യാസീൻ. സൂറത്ത് യാസീൻ അല്ല പറയുന്നത് എന്താ? സൂറത്ത് യാസീൻ അല്ല പറയാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ് ഈ ഗ്രന്ഥം. എങ്ങനെ? സൂറത്ത് യാസീൻ. സുബ്ഹാന ജല്ല ജലാലു. മരിച്ചെടുത്ത് തോന്നുന്ന സൂറത്ത് യാസീൻ പഠിച്ചോൻ പറയാണെന്ത്? യാസീനിലെ 70-ാമത്തെ വചനം, 36-ാമത്തെ. ഇപ്പൊ എടുത്തു നോക്ക് യുവാക്കളെ. നമ്മുടെ എനർജിയും ആരോഗ്യം ദീനിന് വേണ്ടി ചെലവഴിക്കും. അനാവശ്യമായിട്ട് മയക്കമരുന്നിലും മദ്യത്തിലും മദിരാട്ടിയിലും സിനിമയിലും ക്രിക്കറ്റിലും മൊബൈലിലെ കളിയിലും അങ്ങനെ തൊലഞ്ഞുപോയി. അവസാനം അള്ളങ്ങടെ വിളിക്കും, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമൂതു ഫീ മനാമിഹാ. നിങ്ങൾ ഉറങ്ങുമ്പോൾ അള്ളങ്ങളോട് പിടിച്ചോണ്ടോ. അതിന്റെ ഇടയ്ക്ക് നിങ്ങളത് മനസ്സിലായിക്കൂടെ. സൂറത്ത് യാസീൻ റഹ്മാനായ റബ്ബെന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ള ഈ ഗ്രന്ഥം, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനുള്ളതാണ് ഈ ഗ്രന്ഥം. മനസ്സിലായോ? സത്യനിഷേധികൾക്ക് ശിക്ഷ സ്ഥിരപ്പെട്ടു എന്ന് പഠിപ്പിക്കാനുമാണ് ഈ ഗ്രന്ഥം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കുപ്പിയിൽ മരുന്ന്, ആ കുപ്പിയിൽ സീലൊക്കെ വെച്ച് ഭദ്രാക്കി കോർക്ക് വെച്ച് കൂട്ടി, ആ കുപ്പിയുടെ പുറത്ത് ഇത് ക്യാൻസറിനുള്ളതാകുന്നു എന്ന് എഴുതി. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോ. ക്യാൻസറിനുള്ളതാകുന്നു, ഇത് ക്യാൻസർ രോഗം മാറാനുള്ളതാകുന്നു എന്ന് പറഞ്ഞ ഒരു കുപ്പിയുടെ മുകളിൽ ആ കുപ്പി എന്ത് ചെയ്തു? ബാപ്പാക്ക് ക്യാൻസർ രോഗം ബാധിച്ച ബാപ്പാന്റെ കട്ടിലിന്റെ നേരെ മുകളിൽ തട്ടിൽ അവിടെ കൊണ്ടുപോയി വെച്ചു. ബാപ്പ മരിച്ചെന്ന് ഉറപ്പായപ്പോ ബാപ്പാന്റെ വായ എങ്ങനെ പൊളത്തിയിട്ട് അതിലേക്ക് ഈ മരുന്ന് വെച്ചിട്ട് എന്റെ അപ്പന്റെ ക്യാൻസർ മാറാനാന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണടപ്പിനൊന്നും അവിടെ കൊടുക്കണ്ടേ? ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബാപ്പാന്റെ രോഗം മാറാൻ അതിവിദഗ്ധനായ ഒരു ഡോക്ടർ ഇത് ക്യാൻസർ മാറാനാണ് മരുന്ന് കൊടുത്ത്. അതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെച്ചതിന് സീലൊക്കെ വെച്ച് അടിച്ച് മുറുക്കി കമ്പിയൊക്കെ ഇട്ട് കെട്ടി അത് നേരെ എന്ത് ചെയ്തു? അട്ടത്തോടെ വെച്ചു. ബാപ്പ മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ബാപ്പാന്റെ വായ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ പിടിച്ച് തൊള്ള തുറപ്പിച്ചിട്ട് അതിലേക്ക് അമ്മ അരുന്ന് വയ്ക്കുന്ന ഒരു മകന്റെ വിഡ്ഢിത്തങ്ങൾ ഓർത്ത് നോക്ക്. അതുപോലെയാണ് ബാപ്പ മരിച്ചെടുത്ത് യാസീൻ ഓതുന്നവരുടെ കഥ. ഇനി ഇതിനേക്കാൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മലക്കുമല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ജിന്നും മലക്കിലൊന്നും പറ്റുമല്ല. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണില്ലെങ്കിൽ, ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇത് എവിടെ ഓതി കൊടുക്കണോ? ലളിതമായ ഒരു ഉദാഹരണവും കൂടെ പറയാം. വളരെ ലളിതമായ, നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ് ഇതൊക്കെ. ഒരു ഉമ്മാന്റെ തലക്ക് അമ്മിക്കുട്ടിയോണ്ട് ഹമീദ് അടിച്ച് കല്ലാച്ചിയില്. നിങ്ങൾ ആലോചിക്കണേ, നാദാപുരം കല്ലാച്ചിയിലെ ഹമീദ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഉമ്മ പൈസ കൊടുക്കാത്തതിന് ഉമ്മാനോട് ദേഷ്യം പിടിച്ച് അമ്മിക്കുട്ടി എടുത്തൊരു കട്ടോലൊക്കെ തച്ച് 5 കൊന്ന്. അതിലൊന്നും ഉമ്മയായിരുന്നു. ഉമ്മാനെ അടിച്ചു വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഭയങ്കര കുറ്റബോധം, ഹമീദിന് അപാരമായ കുറ്റബോധം. അപ്പൊ ഉമ്മാന്റെ കബറും പുറത്ത് ഖുർആൻ ഓതി തീർക്കണം ഓനൊരു തീരുമാനം. ഖത്തം തീർക്കാന് ഖുർആൻ ഓതി തീർക്കുക. എന്നിട്ട് ഓന് ഓതുകയാണ്. ഉമ്മാന്റെ കബറും പുറത്ത് വന്നിട്ട് വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ വചനമാണ്. എന്താ ഇതിനർത്ഥം? വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, പരിപാലകനായ റബ്ബിനെ അല്ലാതെ നിങ്ങളെ ഇബാദത്ത് എടുക്കരുത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. നിന്റെ ഉമ്മയോ നിന്റെ ഉപ്പയോ നിന്റെ സന്നിധാനത്തിൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ, നിന്റെ ഉപ്പ വാർദ്ധക്യത്തിലെത്തുക, നിന്റെ ഉമ്മ വാർദ്ധക്യത്തിലെത്തുക, അങ്ങനെ ഉമ്മ വാർദ്ധക്യത്തിലെത്തിയാൽ ഉപ്പ വാർദ്ധക്യത്തിലെത്തിയാൽ ചേ എന്ന് പോലും ഉപ്പയോട് പറയരുത്. ചേന്ന് ഉപ്പാനോടും ഉമ്മാനോടും പറയരുത്. ചേ എന്തപ്പങ്ങൾ അങ്ങനെ ചെയ്ത്, ചേ എന്തമ്മങ്ങൾ അങ്ങനെ ചെയ്ത് എന്ന് പറയരുത് എന്നാണ് ആര് ഓതിയത്? ഹമീദ് ഈ ഓതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിലുള്ളത്. ഹമീദ് ഉമ്മ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തത് എന്താ? ഉമ്മാന്റെ തലക്ക് അമ്മിക്കുട്ടി എടുത്തിട്ട് എന്നടിച്ച. അല്ല പറയണ ചേന്ന് പറയരുത്. മോനെ ഉമ്മാനോട്
ചേന്ന് പറയരുത് എന്നാണ് ഖുർആനിൽ ഓനെ പഠിപ്പിച്ച്. ഓനെ പഠിച്ചില്ല, ഉസ്താദ് പഠിച്ചാൽ മതി, ഉസ്താദ് പഠിച്ചാൽ മതിയല്ലോ. ഞങ്ങൾ പഠിക്കില്ല, ഞങ്ങൾ ഉസ്താദ് ഉള്ള പൈസ നിങ്ങൾക്ക് തരൂ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൂ. എന്നാണ് നമ്മുടെ നിലപാട്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ഒന്ന് നേരം എടുക്കണ്ടേ. ഏത് അല്ല പറയാ മോനെ ഉമ്മാനോട് ചേന്ന് പറയരുത്. അമ്മിക്കുട്ടിയോണ്ട് ഇട്ടേന്ന് അടിച്ച് കൊന്നിട്ട് ആ ഉമ്മാനെ കബറിലാക്കിയതിനു ശേഷം പാരായണം ചെയ്യണെന്ത് വഖല്ലാ റബ്ബുക അല്ലാ തഅബു. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ മരവട്ടത്തോ വെട്ടിച്ചിറയിലോ കടാമ്പുഴയിലോ ഈ കോലക്കളത്തോ ഒരു കച്ചവടം തുടങ്ങുകയാണ് ഒരാള്. കച്ചവടം തുടങ്ങുമ്പോൾ ഉസ്താദേ ഞാനൊരു കച്ചവടം തുടങ്ങാറ്. ആ കച്ചവടമൊക്കെ തുടങ്ങി എന്റെ ഓഹരിന്ന് ഒരു ഓഹരിക്ക് എന്നേക്കെന്നും പറഞ്ഞു ഉസ്താദ് മൗലവിയൊക്കെ. അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്നത്തെ ലോകം. പക്ഷെ ഇയാള് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കച്ചവടം നടത്തും. നല്ല പൈസക്കാരനായി, എല്ലാരെയും വെട്ടിച്ചും തട്ടിപ്പൊക്കെ നടത്തി ചീത്ത വസ്തുക്കളൊക്കെ വിറ്റ് നല്ല പൈസക്കാരനായി. ആ പണക്കാരനായതിനിടയിൽ നല്ലൊരു വലിയ വീടൊക്കെ വെച്ച് നല്ല വാഹനമൊക്കെ കിട്ടി അയാൾ താമസിക്കുന്നതിനിടെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് അയാൾ മരിച്ചു. അങ്ങനെ അയാളെ കബറടക്കിയിട്ട് അയാളെ കബറും പുറത്ത് നോതുകയാണെന്ത് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വൈദാ കാലൂഹും വവസനൂഹും യുഖ്സിറൂൻ അലാ യظنوا ഉലൈക അന്നഹും മബൂസൂൻ ലിയൗമിൻ നളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. എന്താ ആയത്തിന്റെ അർത്ഥം? ഖുർആനിലെ 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. അതായത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കളവ് ചെയ്ത് കച്ചവടത്തിൽ കോടികൾ തട്ടിപ്പിൽ ഉണ്ടാക്കിയ ആചാര് അറ്റാക്ക് വന്ന് മരിച്ച കബറുമ്പുറത്ത് ഓടുകയാണെന്ത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് വമ്പിച്ച നാശം. അളന്ന് കൊടുക്കുമ്പോ കൃത്യമായി വാങ്ങുകയും അളന്ന് മേടിക്കുമ്പോ കൃത്യമായി വാങ്ങുകയും അളന്ന് കൊടുക്കുമ്പോ തട്ടിപ്പ് കാണിക്കുകയും ചെയ്യുന്നവർ. എന്നിട്ട് അല്ലാഹ് പറയാണെന്ത് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകൈകനാഥന്റെ മുമ്പിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഈ വാചക ആചാര്യക്ക് ഓതി കൊടുക്കേണ്ടത് എപ്പോഴായിരുന്നു? കച്ചവടം ഞാൻ നടത്തുന്നുണ്ട് ഉസ്താദെ എന്ന് പറയുന്ന അന്നല്ലേ ഓതി കൊടുക്കേണ്ടത്? നിങ്ങളൊക്കെ പറയും, ഈ നാട്ടുകാർ പറയും, കൊൽക്കളത്തെ നാട്ടുകാർ പറയും. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് മരിച്ചതിന് ശേഷം അല്ലാഹ് വെറുത്തൊരാത്മാവായി മരിച്ചിട്ട് ആ കബറിൽ ശിക്ഷ അനുഭവിക്കുമ്പോ ഈ ആയത്ത് ഓതി കൊടുത്തൊരു കാര്യമുണ്ടോ? മുജാഹിദും സുന്നിയും പറയല്ല ഞാൻ. മനുഷ്യനാണോ നിങ്ങൾക്കിത് മനസ്സിലാവും? അല്ലേ? രണ്ട് കാലും കയ്യും ഒക്കെ മനുഷ്യന്റെ രൂപവും മറ്റെന്തെങ്കിലും സൃഷ്ടിയുടെ ചിന്തയിലുമാണോ ഞാനും നിങ്ങളും? അല്ലാഹ് പറഞ്ഞ പോലെ മനുഷ്യർക്കിടയിലും ജിന്നുകൾക്കിടയിലും ചില ആളുകളുണ്ട്, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല നബിയെ, അതിനേക്കാൾ കഷ്ടാണ് എന്ന് അല്ലാഹ് 7-ാം അധ്യായം 179 പറഞ്ഞിട്ടുണ്ട്. അതാണോ നിങ്ങളും ഞാനും?